അപ്പോൾ തീർച്ചയായിട്ടും ആ 8 വാർഡുകളിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്തുണയ്ക്കണം, അത് അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും അവിടെ ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് വോട്ട് ചെയ്യാനുള്ളൊരു തുല്യ അവകാശം തുല്യ അവസരം ഈ പുത്തൻകുരിശ് പഞ്ചായത്തിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണം ഈ കഴിഞ്ഞ 11 വർഷമായിട്ട് BJP തുടർച്ചയായിട്ട് നിയന്ത്രിക്കുന്ന ഈ FACTയും അതുപോലെ കൊച്ചിൻ റിഫൈനറിയും BPCLും ഒക്കെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും തൊഴിലാളി യൂണിയനുകളും അതുപോലെ അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ കോൺഗ്രസിൻ്റെയും നിയന്ത്രണത്തിലുള്ള കരാറുകാരുമാണ് ഈ BJPക്ക് ഈ പുത്തൻകുരിശിൽ സ്ഥാനാർത്ഥികളെ 8 സ്ഥലങ്ങളിൽ നിർത്താൻ പറ്റാതിരിക്കുന്നത്. കാരണം BJP സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി ഈ കൊച്ചിൻ റിഫൈനറിയിലും FACTയിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അവിടെയുള്ള ജോലി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കളയുമെന്നുള്ള പേടികൊണ്ടാണ് ഈ 8 വാർഡുകളിലും BJPക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാതായിരിക്കുന്നത്.